ടെൻഷൻ വരുന്നു, ബുക്കുകൾ വലിച്ചെറിയുന്നു, എനിക്ക് എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ഞാൻ കിടക്കുന്നു. അങ്ങനെയൊക്കെ ഇട്ട് ഭക്ഷണം കഴിച്ചാൽ എണ്ണ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയാലും ഹൈ കൊളസ്ട്രോൾ ആയിരുന്നു. ഇത് എപ്പോഴും എനിക്ക് 470 450 കൊളസ്ട്രോൾ നിൽക്കുന്നത്. ഒരു ജോലിയും ചെയ്യാൻ പറ്റത്തില്ല. എന്തെങ്കിലും ഒന്ന് കൂടുതൽ നമ്മൾ ചെയ്തിട്ടുണ്ടോ, നമ്മൾ അത്യാവശ്യം അടുക്കളയിൽ തന്നെയാണെങ്കിൽ തന്നെ ജോലി ചെയ്തിട്ടുണ്ടോ തളരും. അപ്പൊ തന്നെ വന്ന് കിടക്കണം. ഒരു 15-20 മിനിറ്റ് കഴിയുമ്പോൾ എണീറ്റ് വീണ്ടും ചെയ്യാം, വീണ്ടും കിടക്കണം. ഇതിങ്ങനെ ടെസ്റ്റ് ചെയ്യുമ്പോൾ ആന്റിബോഡി അവർ നോക്കിയിട്ട് ഹയ്യാന്ന് പറയുമ്പോൾ തൈറോയ്ഡ് അല്ലാതെ എന്തിന് ഇതിന് മാത്രം നിങ്ങൾക്ക് ചിന്തകളാണ് നിങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞു അവർ പറയുന്നത്. ഇതൊക്കെ അനുഭവിക്കുക, അതൊക്കെ നമ്മൾ വീട്ടുകാരുടെ സപ്പോർട്ടോട് കൂടി ജീവിക്കുക, അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ഇതിന് പിന്നെ നിങ്ങൾ എക്സർസൈസ് ചെയ്യും, നിങ്ങൾ ഹാപ്പി ആവുന്ന കാര്യങ്ങൾ ചെയ്യാം. നമുക്ക് ഹാപ്പി ആവാൻ പറ്റില്ല. അത് നമ്മളുടെ ഉള്ളിൽ വേറൊരാൾ നിൽക്കുന്നത് പോലെ ഒരു ഫീലിങ്സ്, അത് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു മേടിക്കാൻ പറ്റത്തില്ല. നമസ്കാരം, ഡോക്ടർ അൽഫീനയാണ്. ഈ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് ചികിത്സിക്കാൻ അത്ര എളുപ്പമൊന്നുമല്ല. പക്ഷെ എങ്കിലും ഞാൻ ഈ ഒരു അസുഖത്തിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുകയും ഇതേക്കുറിച്ചുള്ള അവയർനെസ് വീഡിയോസ് ആയിട്ടും പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് ആയിട്ടും ഒക്കെ കൂടുതൽ വീഡിയോസ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഇപ്പം നമ്മുടെ കൂടെയുള്ള ഈ ഒരു പേഷ്യന്റ് ഒരു അവസ്ഥയിലൂടെ ആരും കടന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞത്. ഇദ്ദേഹത്തെ സംബന്ധിച്ച് കഴിഞ്ഞ 25 വർഷങ്ങളായിട്ട് ഇതിന്റെ ബുദ്ധിമുട്ടുകളുണ്ട്. അതിൽ തന്നെ കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട് ഇവര് ചെയ്യാത്ത ചികിത്സകളില്ല, പോകാത്ത ഹോസ്പിറ്റലുകളില്ല. ലക്ഷങ്ങളാണ് ഇവർ ഇതിനു വേണ്ടിയിട്ട് മുടക്കിയിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിലൂടെ വളരെ ഫേമസ് ആയിട്ടുള്ള പലരെയും അംഗീകൃതവും അല്ലാത്തതുമായിട്ടുള്ള എല്ലാ ചികിത്സകളും ചെയ്തു നോക്കി ചികിത്സിച്ച് അങ്ങേയറ്റം വഷളായ ഒരു കണ്ടീഷനിലാണ് നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നത്. ഇവരുടെ ട്രീറ്റ്മെന്റ് തുടങ്ങുമ്പോൾ എനിക്കും ഒത്തിരി പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്കൊന്ന് ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഒരു ട്രീറ്റ്മെന്റ് നമ്മൾ ആരംഭിച്ചിട്ടുള്ളത്. ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പേഷ്യൻസിനെ കൂടെ പറയിപ്പിക്കുന്നതെന്ന് അറിയാമോ? മറ്റുള്ളവരുടെ എക്സ്പീരിയൻസിൽ നിന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ചിലർ ചിന്തിക്കുന്നത് ഈ തൈറോയിഡിന്റെ പ്രശ്നം അത് തൊണ്ടയിൽ അവിടെ ഇരിക്കുമല്ലേ ഉള്ളൂ, കുറച്ച് കഴിയുമ്പോൾ അത് മാറിക്കോളുമായിരിക്കും, അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കില്ല എന്നൊക്കെയാണ് ചിന്തിക്കുന്നത്. ഈ ഒരു അസുഖം ഇതൊരിക്കലും സെൽഫ് ലിമിറ്റിംഗ് അല്ല. ഇത് എപ്പോഴും പ്രോഗ്രസ് ചെയ്ത് ഇതിൻ്റെതായ ബുദ്ധിമുട്ടുകളും കൂടും, മറ്റ് മെറ്റബോളിക് ഡിസീസസ് കൊണ്ടുവരും. പലപ്പോഴും മൾട്ടിപ്പിൾ ഓട്ടോ ഇമ്യൂൺ അസുഖം ഒന്നിന് പുറകെ വരികയും ചെയ്യും. അപ്പൊ ഇത് വഷളായി അങ്ങേയറ്റം ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ട് പിന്നീട് അതിൽ നിന്ന് പുറത്തു കിടക്കുന്നതിലും നല്ലത് ഇത് വഷളാവാതെ പ്രിവെന്റ് ചെയ്യുന്നല്ലേ. ഇത് എത്രത്തോളം ബാധിക്കും എന്നറിയാൻ ഈ പേഷ്യന്റിന്റെ സ്റ്റോറി ഒന്ന് കേട്ട് നോക്കാം. ബിന്ദു ചേച്ചി, എത്ര വർഷമായി നമ്മുടെ തൈറോയിഡിന്റെ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയിട്ട്? 25. എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടായിരുന്നത്? എനിക്ക് 25 വർഷമായിട്ട് ശരീരം ഇങ്ങനെ അമിതമായിട്ട് ചൂടും തണുപ്പും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പിന്നെ നല്ല ഓവർ വെയിറ്റ് ആയിരുന്നു, 66 കിലോയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഇംഗ്ലീഷ് മരുന്ന് തന്നെ ഇങ്ങനെ തൈറോയിഡ് എന്ന് പറയുന്നത് 50 പിന്നെ 125 വരെ കഴിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാണ് ഈ 5 വർഷമായിട്ട് ആണ് എനിക്ക് ഈ പ്രശ്നങ്ങൾ കൂടുതൽ വന്ന് വെയിറ്റ് ലോസിലേക്ക് പോയി. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ BP ഇങ്ങനെ 30 വരെയൊക്കെ വന്നിട്ടുണ്ട് ഞാൻ. അപ്പൊ ഇങ്ങനെ കോട്ടയത്തൊക്കെ എന്നെ കൊണ്ടുപോയിട്ടുള്ള BP ലോ ആയി പോകും, കിടന്നു പോകും. പിന്നെ എനിക്ക് എണീക്കാൻ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ 2023 തലകറക്കം വന്ന് വീണു. അപ്പൊ അതിന് 2 വർഷം മുന്നേ ഉണ്ട് ഇതിന്റെ സിംറ്റംസ്. പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചൊന്നും ഇല്ലായിരുന്നു. പിന്നെ എനിക്ക് ശരീരം മുഴുവൻ വേദന എന്ന് പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. ആ വേദന വന്ന് പിന്നെ തളർന്നൊരു എന്തോ, ഞാൻ ഇഷ്ടംപോലെ ജോലി ചെയ്യും, ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ഒരാളായിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ ഞാനിങ്ങനെ മാറി ബാക്കിലോട്ട്. ഞങ്ങളുടെ സമുദായത്തിന്റെ ഒക്കെ താലൂക്ക് പ്രസിഡന്റ് വരെ ആയിരുന്നു ഞാൻ. പക്ഷെ അതിൽ നിന്നൊക്കെ ഇങ്ങനെ മാറി എന്നിലേക്ക് തന്നെ ഞാനിങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് ചിരിക്കാൻ പറ്റുന്നില്ല, മറ്റുള്ളവരോട് എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്റേതായിട്ടുള്ള രീതിയിൽ. എന്റെ ലൈഫൊക്കെ ഇങ്ങനെ കളയുന്നത് പോലുള്ള അതെനിക്ക് അറിയാം സ്വയം. പക്ഷെ എനിക്ക് അതിനകത്ത് മാറാൻ പറ്റുന്നില്ല. അതെന്താന്ന് ചോദിക്കുന്നത്, നമ്മള് എറണാകുളത്തുള്ള ഞാൻ മിക്ക ഹോസ്പിറ്റലുകളിൽ ലിസിയില് ഗ്രൂപ്പിലൊക്കെ പോയിട്ട് മെഡിക്കൽ സെന്ററിൽ. പക്ഷെ അവര് ഇതിങ്ങനെ ടെസ്റ്റ് ചെയ്യുമ്പോൾ ആന്റിബോഡി അവർ നോക്കിയിട്ട് ഹയ്യാന്ന് പറയുമ്പോൾ തൈറോയ്ഡ് അല്ലാതെ എന്തിന് ഇതിന് മാത്രം നിങ്ങൾക്ക് ചിന്തകളാണ് നിങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞു മാറിയിട്ടാണ് ഞാൻ വേറെ ഓൺലൈൻ 2-3 സ്ഥലത്തൊക്കെ ഇങ്ങനെ പോയത്. അവിടെ എല്ലാം കഴിച്ചിട്ടും നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. ആ ഒരാഴ്ച പിന്നെ ഒരു സപ്ലിമെന്റ് ഞാൻ എടുത്തു, ഒരു 6 മാസത്തോളം. അതും കഴിഞ്ഞിട്ട് വീണ്ടും ഈ സപ്ലിമെന്റ് ഒരു 10 ദിവസത്തേക്ക് ഞാൻ 6 മാസം എടുത്തൊരു 10 ദിവസത്തേക്ക് സ്റ്റോപ്പ് ചെയ്തപ്പോൾ ഈ അവസ്ഥകളെല്ലാം വീണ്ടും വന്നു. അങ്ങനെയാണ് ഡോക്ടറെ വീഡിയോ കാണാൻ. പിന്നെ ഞാൻ ഫാമിലിയിൽ ഷെയർ ചെയ്തു, അങ്ങനെ ഡോക്ടറെ അടുത്ത് വന്നത്. പക്ഷെ വരുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നല്ല പ്രശ്നങ്ങളായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പകുതിയും ഞാൻ ഇവിടെ ഡോക്ടറോട് ഷെയർ ചെയ്യാൻ ഇതിട്ടില്ല, അതിന്റെ ഗൗരവം എന്താണെന്നുള്ള അത്രയും. പക്ഷെ ഡോക്ടർ അത് പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്തല്ലോ, പിന്നെ ഞാൻ കൂടുതൽ പറയണ്ടല്ലോ എന്നോർത്ത്. പക്ഷെ എന്ന് വെച്ചാൽ നമ്മള് ഒരു സൂയിസൈഡിലേക്ക് പോകുന്ന ഒരു രീതി വരെ എനിക്കായിരുന്നു. ഫാമിലിയിൽ ഞാൻ അത് അറിയിക്കുന്നില്ലെങ്കിൽ പോലും അത്ര വരെ ഞാൻ എത്തിയിരുന്നു എൻ്റെ അവസ്ഥ. അത് ഇപ്പം എങ്ങനെയാണത് ഇനി കൂടുതൽ എനിക്ക് അത് അറിയാൻ പറ്റുന്നില്ല. നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് വീട്ടിൽ. രാവിലെ എണീറ്റ പിറ്റേ ദിവസം രാവിലെ അങ്ങനെ ജോലി ചെയ്യുന്ന ഒരാളാണ്. ജോലി എനിക്ക് ഇഷ്ടമാണ് ചെയ്യാൻ.
പക്ഷെ ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. എൻ്റെ ലൈഫിൽ ഹസ്ബൻഡുമായിട്ടുള്ള ഒരു പ്രശ്നം അങ്ങനെ വരെ ഞങ്ങൾ നല്ല ഫ്രണ്ട്ഷിപ്പ് ഉള്ള ആളാണ്. പക്ഷെ ഒരു ഗ്യാപ്പ് വന്ന പോലെ ഞാൻ സ്വയം ഗ്യാപ്പ് ഇടണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ പുള്ളിക്ക് അത് മനസ്സിലായിട്ടില്ല. ഞാൻ പോകുമെന്നുള്ള എനിക്ക് ഉറപ്പായി. അങ്ങനെ അത്രയും പ്രശ്നങ്ങളായി ഞാൻ വിട്ടുപോകും. അപ്പൊ ഞങ്ങൾക്ക് കുട്ടികളില്ല. അപ്പൊ പുള്ളി ഒറ്റയ്ക്ക് നിൽക്കണം എന്നുള്ള രീതിയിൽ ഞാൻ ഗ്യാപ്പ് ഇട്ടു. പിന്നെ അങ്ങനെ വരെ ഞാൻ തിരിച്ച് ഗ്യാപ്പായി. അപ്പൊ ആ സമയത്തൊക്കെയാണ് ഇവിടെ വരുന്നത്. അപ്പം എനിക്ക് മക്കളില്ലാത്തതുകൊണ്ട് ഞാൻ ചേട്ടന്മാരുടെ മക്കളൊക്കെ എടുത്താൽ ഞാൻ വളർത്തി. എല്ലാവരും കൂടെ ഉണ്ട്. അതിലൊരു മോക്കറിയാം, സാറിനെ അറിയാം, ഞാൻ എഞ്ചിനീയറാണ്. ആ കുട്ടി സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. അവളോട് ഞാൻ ഷെയർ ചെയ്യാറുണ്ട് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്, ചിട്ട ഒറ്റയ്ക്കാവും. അത്ര ഇതിലേക്കാണ് ഞാൻ പോകുന്നത്. കാരണം നമുക്ക് സഹിക്കാൻ പറ്റാത്ത ചില പ്രശ്നങ്ങൾ ഇങ്ങനെ വരുമ്പോഴേ ആന്റിബയോട്ടിക് എടുത്തേ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ വീക്കാവും. എന്നാ പിന്നെ പോട്ടെ എന്ന് അങ്ങനെ വരെയായി. പക്ഷെ അതിൽ നിന്നൊക്കെ എൻ്റെ ഒരു കുടുംബശ്രീ എന്ന് പറഞ്ഞാൽ ആ കുടുംബശ്രീയുടെ ഏറ്റവും വലിയൊരാളാണ് ഞാൻ. 11 വർഷത്തിൽ 2011 തുടങ്ങിയ കുടുംബശ്രീ. അത് ഞാൻ ഇവിടെ പറയുന്നെന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ 2 ആഴ്ച മുന്നേ അതിൽ ഈ പ്രശ്നം വന്നു നമ്മുടെ അസുഖമായിട്ട് ബന്ധപ്പെട്ട്. അപ്പം ഞാൻ 2021 ലോൺ എടുത്തിട്ട് ഞാൻ ഇത്രയും വർഷം ഞാൻ തന്നെ അതിൻ്റെ സെക്രട്ടറി, മാറ്റിയിട്ടില്ല അവരെന്നെ. 10 വർഷം ലോൺ എടുത്തിട്ട് ഈ 2022 മുതൽ ഈ കണക്ക് എനിക്ക് ബൈഹാർട്ടാണ് എല്ലാം. അതിലെനിക്ക് പ്രശ്നങ്ങൾ വന്നിട്ട് ഞാൻ അവര് 3 വർഷം അവർ സ്റ്റോപ്പ് ചെയ്ത് കുടുംബശ്രീ നിർത്തിവെച്ചു, ഞാൻ ഇല്ലാത്തത് കൊണ്ട്. കാരണം എനിക്ക് അവിടെ ചെല്ലാൻ അവരോട് ഒന്നും പറ്റുന്നില്ല എനിക്ക്. അപ്പം അത് കഴിഞ്ഞിട്ട് ഈ കഴിഞ്ഞതിന് മുമ്പ് നമ്മുടെ മെഡിസിൻ മെയ് കഴിഞ്ഞ് അതിന് മുന്നേ ആയിട്ടാണ് ഞാൻ അതെല്ലാം അവരെല്ലാം പഞ്ചായത്തിലൊക്കെ വിളിച്ചറിയിച്ച് എല്ലാവരും രണ്ടാമത് തുടങ്ങിയിട്ട് 2 മീറ്റിങ്ങിന് അറ്റൻഡ് ചെയ്ത് പോകുന്നു. അപ്പൊ ഇനി ഇപ്പൊ കഴിഞ്ഞിട്ട് വേണം അടുത്ത ആഴ്ച ചെന്നിട്ട് അത്. അപ്പൊ അവിടെ എല്ലാം ഇതൊരു ചർച്ചയാണ്. കാരണം ഞാൻ പഴയ ആളല്ല. ടെൻഷൻ വരുന്നു, ബുക്കുകൾ വലിച്ചെറിയുന്നു, എനിക്ക് എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ഞാൻ കിടക്കുന്നു, അങ്ങനെയൊക്കെ ഒരു ഇത്. പക്ഷെ അവർക്ക് 3-4 പേർക്ക് ഇതിനെക്കുറിച്ച് അറിവുള്ളത് കൊണ്ടും അവരത് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ എന്റെ മാറ്റം അവർക്ക് അറിയാം. അപ്പൊ ഡോക്ടറെ തിരക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് എങ്ങനെ സംഭവം എന്നുള്ളത്. അത്ര ഞാനിപ്പോ അറിയാൻ പാടില്ലാത്തവരും ഞാൻ പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ട്രീറ്റ്മെന്റ് യഥാർത്ഥം കണ്ടെത്തി നമ്മൾ പോകുക എന്നുള്ളത്. ഞാൻ പല ഈ സപ്ലിമെന്റ് ആകട്ടെ പല ഈ ഓൺലൈൻ വീഡിയോസ് കണ്ടിട്ട് ഞാൻ ഇങ്ങനെ പോയിട്ടുണ്ട് കുറെ ഡോക്ടേഴ്സിനെ. പക്ഷെ നമുക്ക് അവരിങ്ങനെ തരുമെന്നും ഞാനിതിവിടെ പറയുന്നാലും കുറ്റപ്പെടുത്താനല്ല, നമുക്ക് ഇത്ര അസുഖം ഉള്ളതുകൊണ്ട് നമ്മൾ ചെല്ലുന്ന അത്രയും വിഷമത്തോടു കൂടിയാണ്. പക്ഷെ അവരുടെ ഡോക്ടർമാർ കാണാതെ തന്നെ ചെറിയ ഡോക്ടർമാർ നമ്മൾ ചികിത്സിച്ച് വിട്ടവരും ഒക്കെ ഉണ്ട്. പക്ഷെ അതിനെല്ലാം നമ്മളൊരു മെസ്സേജ് ഇട്ട് റിപ്ലൈ തരാത്തത്. പക്ഷെ നമ്മൾ ഈ അവസ്ഥയിൽ നിൽക്കുമ്പോഴൊക്കെ എന്നെ സച്ചൊരു ഡോക്ടർ അതെനിക്ക് ഒട്ടും, കാരണം ഒരു ദേഷ്യപ്പെടും. പിന്നെ എന്നോട് ഒരു പ്രാവശ്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അത്. പക്ഷെ എന്റെ സംസാരത്തിൽ ഒരു പ്രശ്നം വന്നു. അവിടെ ഒരു ഭക്ഷണം കഴിക്കാൻ വെച്ചപ്പോഴേ പറഞ്ഞില്ല, അത്ഭുതങ്ങളൊന്നും സംഭവിക്കാനില്ല, സഹിച്ചേ പറ്റൂ. പക്ഷെ ഞാൻ ആ വാക്കിൽ നിന്നാണ് പിന്നെ ഞാൻ കയറിയത്, സഹിച്ചേ പറ്റും. പക്ഷെ അതിന്റെ റിസൾട്ട് എനിക്ക് ഒരാഴ്ച കിട്ടി. ഒന്ന് ചുരുക്കി പറയാമോ ഇവിടെ വരുന്നതിന് മുന്നേ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളും ഇപ്പം എങ്ങനെ ഉണ്ടെന്നുള്ളത്? ഇവിടെ വരുന്നതിന് മുന്നേ എന്ന് വെച്ചാൽ ജോയിന്റ് മുഴുവൻ വേദനയായിരുന്നു എനിക്ക്. തലകറക്കം, കിതപ്പ്, BP കുറഞ്ഞു പോകും. അത് നമ്മള് ഒരു ഉപ്പിട്ട് ഭക്ഷണം കഴിച്ചാൽ എണ്ണ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയാലും ഹൈ കൊളസ്ട്രോൾ ആയിരുന്നു. ഇത് എപ്പോഴും എനിക്ക് 470 450 കൊളസ്ട്രോൾ നിൽക്കുന്നത്. അത് നമ്മൾ എങ്ങനെ ഒരു ഇപ്പൊ പച്ചക്കറി മാത്രം കഴിക്കാൻ നോക്കിയാലും അല്ല ചോറ് മാത്രം കഴിക്കാൻ, അങ്ങനെയൊക്കെ ഞാൻ സ്വയം ഡയറ്റ് എടുത്തിട്ടുണ്ട്. എന്നാലും ഇതിങ്ങനെ കയറി നിൽക്കുള്ളൂ. തൈറോയിഡും അങ്ങനെ കയറി നിൽക്കും. പിന്നെ തൈറോയിഡും ഇങ്ങനെ ഇത് രണ്ടുമായിരുന്നു എന്റെ പ്രശ്നം. ലോ BP. അപ്പൊ ഈ BP ലോ ആകുമ്പോ എന്താ സംഭവിക്കുന്നത്? ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ അവര് ട്രിപ്പ് ഇടും. തൈറോയ്ഡ് ആണെന്ന് പറയുമ്പോൾ അവര് കുഴപ്പമില്ല, എന്തെങ്കിലും ടെൻഷൻ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കും. നമ്മള് ടെൻഷൻ ഇല്ല. പിന്നെ ഓട്ടോമാറ്റിക് നമുക്ക് ഈ പ്രശ്നമുള്ളതുകൊണ്ട് ടെൻഷൻ ഉള്ളതുകൊണ്ട് നമ്മൾ തല കുലുക്കും, ടെൻഷൻ ഉണ്ടെന്ന് പറഞ്ഞ് പോരും. പിന്നെ BP കൂടാനായിട്ടുള്ള ഉപ്പിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. ഒരു 2-3 ദിവസം കഴിയുമ്പോൾ വീണ്ടും എണീക്കും. ഒരു ജോലിയും ചെയ്യാൻ പറ്റത്തില്ല. എന്തെങ്കിലും ഒന്ന് കൂടുതൽ നമ്മൾ ചെയ്തിട്ടുണ്ടോ, നമ്മൾ അത്യാവശ്യം അടുക്കളയിൽ തന്നെയാണെങ്കിൽ തന്നെ ജോലി ചെയ്തിട്ടുണ്ടോ തളരും. അപ്പൊ എന്നെ വന്ന് കിടക്കണം. ഒരു 15-20 മിനിറ്റ് കഴിയുമ്പോൾ എണീറ്റ് വീണ്ടും ചെയ്യാം, വീണ്ടും കിടക്കണം. അങ്ങനെ നോർമൽ ലൈഫ് ആയിരിക്കത്തില്ല നമുക്ക് ഇതിവിടെ വരും വരെ. ക്ഷീണവും അല്ലെ? മാനസികമായിട്ട് നമ്മൾ എപ്പോഴും നമുക്ക് ജീവിക്കണോ വേണ്ടയോ എന്നുള്ളൊരു അവസ്ഥയാണ് എപ്പോഴും. അത്രയും ഒരു അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇതിന് മുന്നേ അങ്ങനെ അല്ലല്ലോ. പെട്ടെന്ന് നമുക്ക് ചേഞ്ച് എനിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ട് എന്നാ ഇനി വേണ്ട എന്നുള്ളത് അങ്ങനെ ഇതിലേക്കായിരുന്നു എനിക്ക് എപ്പോഴും ചിന്ത പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഉറങ്ങാൻ പറ്റത്തില്ല, രാത്രി ഒട്ടും ഉറക്കമില്ല. ഏറ്റവും വലിയൊരു പ്രശ്നം വെച്ചാൽ എനിക്ക് ടോയ്ലറ്റിൽ പോകാനേ പറ്റത്തില്ലായിരുന്നു. 5-6-4 ദിവസം കൂടുമ്പോഴായിരുന്നു. അത്രയും ബുദ്ധിമുട്ടായിരുന്നു. ഇതിനു മുന്നേ നമ്മൾ ഇവിടുന്ന് മെഡിസിൻ എടുക്കുന്നതിന് മുന്നേ. അപ്പൊ ഇപ്പൊ ഈ 6 മാസത്തിന് ശേഷം എങ്ങനെയുണ്ട്? ഇപ്പൊ നമുക്ക് ടോയ്ലറ്റിൽ പോകാൻ പറ്റും. സാധാരണ എല്ലാ ജോലിയും ചെയ്യാം, നോർമൽ ലൈഫ്. അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. മാനസികമായ പിരിമുറുക്കങ്ങളോ ഇല്ല, അതൊന്നും ഇപ്പൊ ഇല്ല. നമുക്ക് നേരിടാം, പഴയതിലേക്ക് നേരിടാം എന്നുള്ളൊരു. ഞാൻ ഒറ്റയ്ക്ക് എന്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഒരാളായിരുന്നു. ഈ 5 വർഷമായിട്ട് അങ്ങനെ അല്ലാതെ മാറിയപ്പോഴാണ് എനിക്ക് കൂടുതൽ മനസ്സിൽ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വന്നല്ലോ. അപ്പൊ അതിലേക്ക് ഞാൻ തിരിച്ചു മെഡിസിൻ. ഞാൻ 6 ബസ് കയറിയാണ് ഇവിടെ വരാൻ. അപ്പൊ ഇപ്പൊ വീണ്ടും അങ്ങനെ തന്നെയല്ലേ.
ഇപ്പൊ സന്തോഷമായി, സന്തോഷമായി, ശരീരത്തിന്റെ വേദനകളും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറി, മാറി. ക്ഷീണം മാറി, ആ അല്ലെ, ആക്റ്റീവായി. ആക്റ്റീവായി. ഇനിയിപ്പോ എനിക്ക് പഴയ ആളായി തിരിച്ചു പോവുക. തിരിച്ച് ഈ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ് ഈ ഹാഷിമോട്ടോസ് എന്ന് ആർക്കും അറിയില്ല. അറിയുണ്ടെങ്കിലും ആളുകൾക്ക് അത് മനസ്സിലാകുന്നില്ല, ആ രീതിയിൽ ആരും പറഞ്ഞു കൊടുക്കണം. നമ്മള് ചുറ്റുവട്ടത്ത് വിരലിലെണ്ണിയാൽ തന്നെ ഒരു 10 പേരെടുത്താൽ 7 പേരും തൈറോയ്ഡ് ഉണ്ട്. ഞാനിപ്പോ അവരോട് ഇങ്ങനെ എന്റെ വീടിന് സൈഡ് വഴി ഞാൻ എല്ലാവരും എന്റെ കൂട്ടുകാരികളൊക്കെ തന്നെ അവരോട് ഞാൻ തൈറോയ്ഡ് ആണെന്നെങ്കിൽ വെറുതെ ഇരിക്കരുത്. ഇപ്പൊ എന്റെ അടുത്ത് ഒരു ഫ്രണ്ട് ഉണ്ട്, ആ കുട്ടി ഇങ്ങനെ ECG വേരിയേഷൻ ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. ഡോക്ടർ ഒരു കാര്യം പറയും, എന്നും ECG വേരിയേഷൻ ആയിരിക്കും. ഞാൻ എറണാകുളത്ത് എല്ലാ ICU വരെ എന്നെ കിടത്തിയിട്ടുണ്ട് ECG വേരിയേഷൻ. നോർദിൽ പോയി എല്ലാ ട്രീറ്റ്മെന്റിലെല്ലാം ചേച്ചി പറയുന്ന കംപ്ലൈന്റ് ഒന്നുമില്ല, തൈറോയ്ഡാണ്. നിങ്ങൾ വെക്കുക, തൈറോയ്ഡ് നിങ്ങൾക്ക് ഉള്ളതാണ്, നമ്മൾ അതിലൊന്നും ടെൻഷൻ പിടിക്കേണ്ട കുട്ടി എന്നാണ് അവരെന്നോട് പറഞ്ഞത്. അപ്പൊ ഇതൊക്കെ നമ്മൾ അനുഭവിക്കണം എന്നാണ് അവർ പറയുന്നത്. അവര് പറയുന്നത് ഇതൊക്കെ അനുഭവിക്കുക, അതൊക്കെ നമ്മൾ വീട്ടുകാരുടെ സപ്പോർട്ടോട് കൂടി ജീവിക്കുക, അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ഇതിന് പിന്നെ നിങ്ങൾ എക്സർസൈസ് ചെയ്യും, നിങ്ങൾ ഹാപ്പി ആവുന്ന കാര്യങ്ങൾ ചെയ്യും. നമുക്ക് ഹാപ്പി ആവാൻ പറ്റില്ല. അത് നമുക്ക് നമ്മളുടെ ഉള്ളിൽ വേറൊരാൾ നിൽക്കുന്നത് പോലെ ഒരു ഫീലിങ്സ്, അത് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു മരിക്കാൻ പറ്റത്തില്ല. അത് അനുഭവിച്ചവർക്ക് അറിയാൻ പറ്റും. നമ്മളെല്ലാവരോടും ഇപ്പൊ പറയുന്നുണ്ട്, വരാൻ പറ്റുന്നവർ വരട്ടെ. കാരണം നമ്മളിപ്പൊ കണ്ടതിൽ, ഞാൻ ഇതുമായിട്ട് യാത്ര ചെയ്തിട്ട് കണ്ടതിൽ എനിക്ക് ഏറ്റവും ഇതായിട്ട് തോന്നിയൊരു സ്ഥലമായിരുന്നു. ഞാനത് തന്നെ എല്ലാവരോടും പറഞ്ഞു കൊടുക്കാറുണ്ട്. നമ്മൾ ഇതല്ലെങ്കിൽ ഇപ്പൊ കുട്ടികളൊക്കെ ഉണ്ട് അവിടെ, ചെറിയ പിള്ളേരും ഒക്കെ ഉണ്ട്. ഞങ്ങൾ വെച്ചോണ്ടിരിക്കരുത്, നേരത്തെ മാറ്റുവാണെങ്കിൽ നമുക്കത് ഇല്ലേ, ഇത്ര ഞങ്ങൾ അനുഭവിച്ച പോലെ പ്രശ്നങ്ങളിലേക്ക് വരും ഇത്. അതിന് മുന്നേ ഇപ്പൊ എനിക്ക് 49 വയസ്സാകുമ്പോൾ 25 വർഷം മുന്നേ തുടങ്ങിയത്. അപ്പൊ ഞാൻ എന്തുമാത്രം ഇത് അനുഭവിച്ചേ. ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതിന് ഡോക്ടറോട് ഞാൻ ദൈവത്തെ പോലെ കാണുന്നു ഡോക്ടർ. എനിക്ക് എന്താ വെച്ചാ നമുക്കത് ഒരിക്കലും മറക്കാൻ പറ്റില്ല. എന്റെ ഡ്യൂട്ടി അല്ലെ, ഞാൻ അല്ലെ തുടക്കത്തിൽ ഈ പറഞ്ഞ പോലെ അത്രയും പ്രശ്നങ്ങളായിട്ടല്ലേ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നമുക്കൊന്ന് ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞു. പക്ഷെ അതിന് ഗുണം ഉണ്ടായി. അതെ അതെ.